ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് BSc നഴ്സിംഗ് 2025 ഓരോ കോളേജസിന്റെയും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മാനേജ്മെന്റ് ആയിട്ട് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട സമയം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് കുറെ പേരുടെ ഡൗട്ടാണ്, LBSൽ നമുക്കുള്ളത് ഗവൺമെന്റ് സീറ്റും സെൽഫ് ഫിനാൻസിങ് സീറ്റും ആണ്. അതുപോലെ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ തന്നെ മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ ഈ മാനേജ്മെന്റ് സീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. നമുക്ക് കോളേജിലെ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴിയാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത്. ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് 4 കോളേജസിന് വേണ്ടിയിട്ടാണ്. ടോട്ടൽ ഏതൊക്കെ കോളേജസിലാണ് നമുക്ക് വെബ്സൈറ്റിലൂടെ അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. എറണാകുളം ഇന്ദിരാഗാന്ധി കോളേജ്, പാലക്കാട് കോളേജ്, ദെൻ മലപ്പുറം EMS കോളേജ്, MES കോളേജ്, കണ്ണൂർ AKG കോളേജ്, കോപ്പറേറ്റീവ് ഫെഡറേഷൻ, JDT ഇസ്ലാം കോളേജ്, ദെൻ കോഴിക്കോട് KMCT ആഞ്ജനേയ കോളേജ്, ദെൻ കൊല്ലം മേഴ്സി കോളേജ്, VNSS കോളേജ്, തിരുവനന്തപുരം CSI കോളേജ്, കോപ്പറേറ്റീവ് കോളേജ്, പത്തനംതിട്ട MGM കോഴഞ്ചേരി, ആലപ്പുഴ KVM കോളേജ്, കോട്ടയം ലേമ കോളേജ്. ഇത്രയും കോളേജസ് ആണുള്ളത്. ഇതിൽ 4 കോളേജസിനാണ് ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റിലൂടെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഫസ്റ്റ് വൺ ലേമ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയമാണ്. ഇതിലെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് www.lemacollegeofnursing.org എന്ന വെബ്സൈറ്റിൽ വേണം നമുക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. NRI സീറ്റ്സ് ഈ കോളേജസിലെല്ലാം തന്നെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 1000 രൂപയാണ്. ട്യൂഷൻ ഫീ 73,300 ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സ്പെഷ്യൽ ഫീ 23,301 ആണ് വരുന്നത്. ദെൻ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 10,000 റുപ്പീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം യൂണിഫോമിന്റെ 5,500, ടെക്സ്റ്റ് ബുക്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള 5,500, ഹോസ്റ്റൽ മെസ്സ് ഒരു വർഷത്തേക്ക് 72,000 നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. സെക്കൻഡ് കോളേജ് എന്ന് പറയുന്നത് MGM മുത്തൂറ്റ് പത്തനംതിട്ടയാണ്. ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.muthootnursingpta.com എന്നാണ്. ഈ വെബ്സൈറ്റിൽ വേണം നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1,000 റുപ്പീസ് തന്നെയാണ്. ദെൻ KVM കോളേജ് ആലപ്പുഴ, ഇവിടേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.kvmcollegeofnursing.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 900 റുപ്പീസ് ആണ്. ഇവിടെ നമുക്ക് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 80,000 സംതിങ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സ്പെഷ്യൽ ഫീ ആയിട്ട് 23,980 റുപ്പീസ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. അതോടൊപ്പം തന്നെ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസ് കൊടുക്കേണ്ടതായിട്ട് വരും. NRI സീറ്റ്സ് ഈ കോളേജസിൽ അവൈലബിൾ ആണ്. NRI സീറ്റ്സിന് 1,04,500 റുപ്പീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ട്യൂഷൻ ഫീ. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഫീസ് ആയിട്ട് 23,980 റുപ്പീസും കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസും കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓഗസ്റ്റ് 20 ആണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 4th കോളേജ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ആണ്. ഇവിടെ ഓഗസ്റ്റ് 23 വരെ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് 900 റുപ്പീസ് ആണ് കൊടുക്കേണ്ടത്. ഈ കോളേജിലും NRI സീറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ അയക്കേണ്ട വെബ്സൈറ്റ്, ആപ്ലിക്കേഷൻ അയക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.igconkochi.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 80,323 റുപ്പീസ് ആണ്. സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 23,980 ആണ്. NRI സീറ്റ്സിനാണെങ്കിൽ 1,04,500 വരുന്നുണ്ട്. സ്പെഷ്യൽ ഫീ ആയിട്ട് 23,980 റുപ്പീസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ വെബ്സൈറ്റിൽ അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന അഡ്മിഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഡൊണേഷൻസ് വരുന്നതായിരിക്കില്ല. അതായത് NRI സീറ്റിന് സെയിം ഫീസ് തന്നെ ആയിരിക്കും, LBSന്റെ സെയിം ഫീസ് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അതായത് LBS സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ സെയിം ഫീസ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ഇങ്ങനെ അപേക്ഷിക്കാനും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇവിടെയും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 3 അലോട്ട്മെന്റ് ഉണ്ടാകും. ഓരോ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും സീറ്റ് വാക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെന്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.